ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം മഹാകുംഭമേള. 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മേള. 12 കുംഭമേളകൾക്ക് ശേഷം 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മേളയാണ് മഹാകുംഭമേള. ഈ മഹാകുംഭമേള ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സഹായിച്ചത് JK ആണ്. അദ്ദേഹം UP-യിലേക്ക് പോവുകയും കുംഭമേള കാണുകയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുകയുണ്ടായി. അത് നമ്മുടെ ചാനലിന് തരികയായിരുന്നു. ഒരുപാട് താങ്ക്സ് JK. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്താണ് കുംഭമേള? കുംഭം, മേള എന്നീ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നാണ് കുംഭമേള. കുംഭം എന്നാൽ അമൃത്. ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്ത് അനശ്വരമായ അമൃതിൻ്റെ പാത്രത്തിൽ നിന്നാണ് കുംഭമുണ്ടായത്. കുംഭമേള നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ: പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ. 48 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മഹാകുംഭമേള. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളും പുണ്യവും വിശുദ്ധവുമായ നദിയിൽ മുങ്ങി കുളിക്കുന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധം 12 ദിവസം. ഈ ദൈർഘ്യം ഇന്നത്തെ മനുഷ്യന് 12 വർഷമായി കണക്കാക്കപ്പെടുന്നു. മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മേള. 12 കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മേളയാണ് മഹാകുംഭമേള. 2025 മുന്നേ മഹാകുംഭമേളകൾ ഒരുപാട് നടന്നുണ്ട്. ഇതിന് മുന്നേ നടന്ന കുംഭമേള 1936-ലാണ്. അതിനുശേഷം ഇപ്പോൾ 2025. ഇനി നടക്കാൻ പോകുന്നത് 2080-ലാണ്. ഇപ്പോൾ 2025 കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത് UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. എല്ലാവരും മഹാകുംഭമേളയുടെ വിശുദ്ധമായ ഭാഗങ്ങൾ കണ്ടുകൊള്ളുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കോടിക്കണക്കിന് ആളുകളെയാണ് ഇത്രയും അകലെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരേ സമയം എല്ലാ ഭക്തരും കൂടി ചേർന്ന് പുണ്യനദിയിൽ വന്ന് സ്നാനം ചെയ്യുകയും അന്തരീക്ഷം മൊത്തം ഭക്തി സാന്ദ്രമാകുകയാണ്. കോടിക്കണക്കിന് ആളുകളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മഹാകുംഭമേളയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ്
ബായ്.